അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൽ എന്ന് മാത്രമല്ല നമ്മുടെ ഈ ഒരു ചുറ്റുഭാഗത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ നന്മകളിലേക്കും സൗഹൃദങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം എന്താ അറിയോ? ഒരു മനുഷ്യൻ്റെ ഒരു മരണവും ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയും തൻ്റെ വീട്ടുകാരെല്ലാവരും ചേർത്ത് പിടിച്ചൊരു കഥയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കണ്ടനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ മഹല്ലിൽ നടന്നൊരു സംഭവമുണ്ട്. ആൻ്റണി എന്ന് പറയുന്ന 73 വയസ്സുള്ള ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹം ആദ്യം ആൻ്റണി ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം എന്നുള്ളത്. അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മഹല്ലത്തെ ഉസ്താദ് പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ പ്രിയമുള്ളവർ, അദ്ദേഹം പറയാണ് അദ്ദേഹത്തോട് നബിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹിൻ്റെ മാസം വന്നാൽ, ആ ഒരു ദിവസം വന്നാൽ അദ്ദേഹത്തിന് അത് വലിയൊരാഘോഷമായിരുന്നു, സന്തോഷമായിരുന്നു എന്നൊക്കെ. അദ്ദേഹം രഹസ്യമായിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം അതിനെ മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം ചെയ്തത്. എൻ്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പടച്ചുറബെ വല്ലാത്ത ഒരു ജനാവലി തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം. അവിടുത്തെ ഉസ്താദ് പറയാണ്, ഞങ്ങളുടെ ഈ മഹല്ലത്തിൽ ഇത്രത്തോളം ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു മനുഷ്യൻ മരിച്ചപ്പോഴും ഇത്രത്തോളം ആളുകൾ ഉണ്ടായിട്ടില്ല ജനാസയിൽ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ വന്ന ആളുകളുടെ ആ ഒരു ജനസാഗരം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. ആ മഹല്ല് നിവാസികൾക്ക്, ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് വലിയ സന്തോഷം. എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റവും അതിലെ ഒരു വലിയൊരു നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷം കൊള്ളുന്ന ഒരു സംഭവം എന്താ അറിയോ? അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ ഭാര്യയും മക്കളും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കുടുംബം ഇദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം എന്ന നാമത്തിൽ നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ എത്രയോ ആളുകളെയാണ് ഇന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്, കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവം നടക്കുകയാണല്ലോ അല്ലേ. പക്ഷേ ഈ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചെയ്തെന്തറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തെ മുസ്ലിം പള്ളിയിൽ, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങളാണ്, മുസ്ലിം പള്ളിയിലാണ്, മുസ്ലിമിൻ്റെ ഓരോ കാര്യങ്ങളാണ്, നിസ്കാരങ്ങളാണ്, ഇബാദത്ത്. അപ്പോൾ അദ്ദേഹത്തെ മുസ്ലിം പള്ളിയിൽ തന്നെ ജനാസ അടക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറടക്കാൻ വേണ്ടി അവർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ആ മഹല്ല് കമ്മിറ്റിയെ അറിയിച്ചു, വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. ആ പള്ളിക്കാട്ടിൽ തന്നെ അദ്ദേഹത്തെ മറമാടുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എൻ്റെ പേരിൻ്റെ കൂടെ വേണം. അദ്ദേഹത്തിനൊരു താല്പര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്വീകരിച്ച പേര് മുഹമ്മദ് റാഫി എന്ന് എൻ്റെ പ്രിയമുള്ളവർ അദ്ദേഹം സ്വീകരിച്ചു. എൻ്റെ പ്രിയമുള്ളവർ, ഇത് കേൾക്കുമ്പോൾ ഹൃദയം വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് അല്ലേ നമുക്കൊക്കെ. കാരണം പരിശുദ്ധമായ ദീൻ, ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾ കാഫിറായിട്ട് ജനിക്കും, പക്ഷേ മുഅ്മിനായിട്ടായിരിക്കും മരിക്കുക. ചില ആളുകൾ മുസ്ലിമായിട്ട് ജനിക്കും, പേരൊക്കെ മുഹമ്മദും കബീറൊക്കെ ആയിട്ട് ജനിക്കും, പക്ഷേ മരിക്കുന്ന സമയത്ത് അവർ കാഫിറായിട്ടാണ് മരിക്കുക. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്തിനെ ചോദിക്കുന്ന ആളുകൾ, ഹിദായത്തിൻ്റെ വെളിച്ചം ലഭിച്ച ആളുകൾ അല്ലേ, അത് അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്തും ആ ഒരു വെളിച്ചം, ഈമാനിൻ്റെ പ്രഭ അല്ലാഹു തആല കൊടുക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവർ, ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആലായുടെ ഒരു ചരിത്രം നമുക്ക് ഓർമ്മ വരും. സംഭവം അവസാന സമയത്തുള്ള ആ മരണസമയം നമുക്ക് ഓർമ്മ വരികയാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലാനു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഉസ്മാൻ റളിയല്ലാഹു തആലാനു ലോകത്തോട് വിട പറയുന്നത്. ശത്രുക്കൾ കടന്നു വന്നിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊല്ലുന്നു അല്ലേ, കഷ്ണങ്ങളാക്കിയിടുന്നു. ജീവൻ പോയി എന്നറിഞ്ഞു ആളുകളെല്ലാം അവർ ഓടുകയാണ്. പിന്നീട് മരണശേഷം അല്ലെ ജനാസ കാണാനെന്നും പറഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവിടുന്ന് ക്രൂരമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ ശരീരത്തെ അവിടുന്ന് വികൃണമാകുന്ന രൂപത്തിൽ അവിടുന്ന് അക്രമം നടത്തുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, എന്നിട്ട് അവിടുത്തെ ജനാസ ഖബറടക്കാൻ, അന്നത്തെ ജന്നത്തുൽ ബഖീയിൽ പോലും അന്ന് മഹാനവറുകളെ ഖബറടക്കാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പുറത്തൊരു അൻസാരിയുടെ തൊടുവിലാണത്രേ പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ ജനാസ അവിടെ നടക്കിയിട്ടുള്ളത്.
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ അന്ന് ജന്നത്തുൽ ബഖീൽ പെട്ടിട്ടില്ല. പിന്നീട് ഭരണാധികാരികളൊക്കെ വന്ന് അതിൻ്റെ ശേഷം പല പല ഭരണാധികാരികൾ മാറി വന്നതിൻ്റെ ശേഷം അതൊക്കെ പിന്നെ ജന്നത്തുൽ ബഖീലേക്ക് പിന്നെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. വിശാലമാക്കിയപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സ്വന്തം അന്ന് മുസ്ലിം നാമത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കാൻ മുമ്പിലുണ്ടായിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ആളുകൾ, എൻ്റെ പ്രിയമുള്ളവരെ നോക്കൂ നിങ്ങൾ, അവരത്രത്തോളം ഒപ്പം നിന്ന് അവസാനം കാല് വാരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ വലിയ വിശാലമായിട്ടുള്ള ചരിത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറടക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നോക്കൂ, ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഇദ്ദേഹം രഹസ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതെല്ലാവരും, കുടുംബക്കാർക്കൊന്നും കുഴപ്പമില്ല, അവർക്ക് പ്രശ്നക്കാരൻ എന്താ, അവർക്ക് ഇഷ്ടമുള്ള അല്ലേ, അല്ലാഹു തആല ഹിദായത്ത് കൊടുത്താൽ പിന്നെ അങ്ങനെയാണ്. ആ ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടി നല്ലൊരു മുഅ്മിനായിട്ട് ഈ ആൻ്റണി എന്ന് മുമ്പ് പറഞ്ഞിരുന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം പിന്നീട് മുഹമ്മദ് റാഫി ആയിട്ട്, അല്ലേ, ഇനി നമ്മൾ പറയേണ്ടത് അങ്ങനെ തന്നെയാണ്, മുഹമ്മദ് റാഫി ആയിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയുടെ കഥയാണ് പറയുക. അവിടുത്തെ ഉസ്താദ് പറയുന്നത്, ഞങ്ങളെ മഹല്ലത്തെ ആൾക്കാർ മാത്രമൊന്നുമല്ല, ഈ ചുറ്റുഭാഗത്തുള്ള ഞങ്ങളുടെ മഹല്ലിൻ്റെ, ഞങ്ങളുടെ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ മഹല്ലത്തിൽ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. വലിയ സന്തോഷത്തോടെ അദ്ദേഹം പറയാണ്, ആ ഉസ്താദിൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാണ്, ഞങ്ങളിപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുകയാണ്, ഞങ്ങളിങ്ങനെ കൂടിയിട്ടുള്ളത്, ഞങ്ങൾ ഇരിക്കുന്നത് ആ ഒരു സന്തോഷം കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ എൻ്റെ പ്രിയമുള്ളവരെ കാണാനിടയായി. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴേക്കല്ലേ നമ്മൾ അഭിമാനം കൊള്ളുന്നല്ലേ. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദൗത്യം, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ, എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കണ്ടറിഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. ചില ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അല്ലേ. അത് മുന്നോട്ട് പോകൂല. കാരണം എന്താ, അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടോ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കിയിട്ടോ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളല്ല. ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ച്, റബ്ബിനെ കുറിച്ച് പഠിച്ച്, അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ച്, ഖുർആനിനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കുറേ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, അവരൊന്നും പിന്നീട് ഇസ്ലാം വിട്ടു പോയിട്ടില്ല. പക്ഷേ പിന്നീട് ചില കാര്യലാഭത്തിന് വേണ്ടി മാത്രം, അല്ലെ, ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ഞാനൊരു ഹിന്ദു കുട്ടീനെ സ്നേഹിക്കുകയാണ്. പല ആൾക്കാരും പറയും, ഞാനൊരു ഹിന്ദു കുട്ടീനെ സ്നേഹിക്കുകയാണ്, ഞാൻ അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അതെനിക്ക് കൂലി കിട്ടൂലേ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇസ്ലാമിലേക്ക് അങ്ങനത്തെ കുട്ടികളൊക്കെ, അങ്ങനത്തെ മക്കളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവരുടെ മാതാപിതാക്കൾ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല, അവൾ ഇസ്ലാമിലേക്ക് വരുന്നത് ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടല്ലല്ലോ, അത് നിന്നെ സ്നേഹിച്ചിട്ടല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ചെറുപ്പക്കാരും പല കുട്ടികളും നമ്മളടുത്ത് അങ്ങനത്തെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയുണ്ടായി. ആ സമയത്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, മോനെ, നിന്നെ സ്നേഹിച്ചിട്ടല്ലേ അവൾ ഇസ്ലാമിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിൻ്റെ മതത്തിലേക്ക് വരുന്നത്, അല്ലാതെ അത് പിന്നെ പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടല്ലല്ലോ. ഇസ്ലാമിലേക്ക് വരേണ്ടത് എങ്ങനെയാണ്? അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. മനസ്സിലായോ? അല്ലാതെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം ആകുക, അല്ലെങ്കിൽ ഞാനവളെ മുസ്ലിമാക്കി കൊണ്ടുവരട്ടെ, അങ്ങനെ പറയലല്ല. അത് നമ്മൾ ആ ഒരു മാതാപിതാക്കളുടെ ഹൃദയത്തിലുള്ളൊരു വേദന ഉണ്ട്. അവരെ മാതാപിതാക്കൾക്കും ഒരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും, എൻ്റെ കുട്ടീനെ ആരെ കല്യാണം കഴിപ്പിക്കണം, ആർക്ക് പിടിച്ചു കൊടുക്കണം എന്നൊക്കെ. അത് നമ്മൾ ഈ മുസ്ലിം പേര് വെച്ചിട്ട് നമ്മളതില്ലാതാക്കരുത്. മനസ്സിലാക്കണം, നമ്മളതില്ലാതാക്കരുത്. ആ ഒരു മാതാപിതാക്കളുടെ കണ്ണീര് നമ്മൾ ഒരിക്കലും തന്നെ പൊട്ടിക്കാൻ പാടില്ല. മനസ്സിലാക്കണം. അപ്പോൾ ആ പണിക്കൊന്നും എൻ്റെ പ്രിയമുള്ളവർ ആരും നിൽക്കണ്ട. അത് വലിയ തെറ്റാണ്, വലിയ മോശത്തരാണ്. ഇപ്പോൾ നോക്കൂ, ഒരു മുസ്ലിം കുട്ടീനെ തന്നെ നമ്മൾ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാതാപിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും, ആർക്ക് കൊടുക്കണം, അതെങ്ങനെ, എൻ്റെ മകൻ്റെ കല്യാണം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ മകളുടെ കല്യാണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ. എന്നിട്ട് വലിയ പുണ്യാളത്തം ചമയും, വലിയ സോഫിസം ചമഞ്ഞാണ്ട് ഞാൻ മുസ്ലിം ആക്കട്ടെ. എന്താപ്പാ ചോദ്യങ്ങളൊക്കെ? നമ്മൾ മുസ്ലിം ആക്കുമെന്ന് പറഞ്ഞാൽ ഒരാളെ പോയിട്ട് ദീനിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടത്, അല്ലാതെ അതൊക്കെ ഹൃദയത്തിൽ നിന്നുണ്ടായിട്ട് റബ്ബ് കൊടുത്ത് അങ്ങനെ വരേണ്ടതാണ്, അല്ലാതെ നമ്മൾ പോയിട്ട് ആക്കണതല്ലത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം ഈ വിഷയത്തിൽ. അത് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു ആൻ്റണി എന്ന് പറയുന്ന സഹോദരൻ മുഹമ്മദ് റാഫി ആയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് നിന്നുള്ള ഒരു സ്നേഹം ഉണ്ടായി. അദ്ദേഹം അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു, അല്ല ആരെ കൊണ്ടും ഉണ്ടാക്കിയിട്ടോ ആരും പറഞ്ഞിട്ടോ അങ്ങനെയല്ല.
അദ്ദേഹം പഠിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ആ രൂപമാണ്. അപ്പോൾ നോക്കും നിങ്ങൾ, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായി. അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവനും ആ റൂട്ടിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി നിൽക്കാൻ കഴിഞ്ഞു, നോമ്പായിട്ടും നിസ്കാരങ്ങളായിട്ടും മറ്റു അമലുകളായിട്ടൊക്കെ. പക്ഷേ ഇന്നും അതിന് കഴിയാത്ത എത്ര ആളുകളുണ്ടെന്നറിയോ? കാരണം എന്താ, അവരൊക്കെ കുടുങ്ങിയിട്ട് വന്നാൽ, അത് വന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരിതേമാതിരി കുടുങ്ങിയിട്ട് വന്നു, കുടുങ്ങിയിട്ട് പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇടങ്ങാറായി. പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാനെ മനസ്സിലാക്കി വന്ന ഒരിക്കലും പോകൂല. അതങ്ങനെ വരാത്തത് കൊണ്ടാണ് അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യലാഭങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ സഹായങ്ങൾ, അങ്ങനെയൊക്കെ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിലേക്ക് വരുമ്പോഴാണ് പാതി വെച്ചിട്ട് തിരിച്ചു അങ്ങോട്ട് തന്നെ പോകുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു തആല റാഫി എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തആല ഇടം നൽകട്ടെ. ഇരുലോക വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.